ഹലോ, റീനാസ് ഒഫീഷ്യലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് നിന്നുകൊണ്ടാണ് ഇന്നൊരു വീഡിയോ നിങ്ങളുടെ അടുത്ത് ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ മരിയൻ തീർത്ഥാടന സ്ഥലമായ നോർക്ക് ചർച്ചിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഈ വീഡിയോ ചെയ്യുന്നത്. മാതാവ് പ്രത്യക്ഷപ്പെട്ട അയർലൻഡിലെ നോർക്ക് ചർച്ചിലാണ് നിൽക്കുന്നത്. എല്ലാ വർഷവും മെയ് മാസം 2-ാം ശനിയാഴ്ച സീറോ മലബാർ ിലുള്ള 37 ഇടവകളിൽ നിന്ന് മരിയൻ തീർത്ഥാടനമായിട്ട് ഈ പള്ളിയിൽ വരാറുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ബെൽഫാസ്റ്റിൽ നിന്നുള്ള മരിയൻ തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ദിവസത്തിലെ കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. കുറേ കാലത്തെ കാത്തിരിപ്പിന് ശേഷം മാതാവ് പ്രത്യക്ഷപ്പെട്ട നോക്ക് പള്ളിയിലേക്ക് ബെൽഫാസ്റ്റ് ടീമിനോടൊപ്പം അതിരാവിലെ 2 ബസ്സുകളിലായിട്ടാണ് ഞങ്ങൾ തീർത്ഥാടനമായിട്ട് അങ്ങോട്ട് പോയത് കേട്ടോ. ശരിക്കും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ദിവസം തന്നെയായിരുന്നു. നോർക്ക് തീർത്ഥാടനം, അതെ, എല്ലാവർക്കും നല്ലൊരു തീർത്ഥാടനം ആശംസിക്കുന്നു. പാട്ടുപാടിയും പ്രാർത്ഥനകൾ എത്തിച്ചും കൊന്ത ചൊല്ലിയും ഒക്കെ വളരെ ഭക്തിപൂർവം ഒരു മരിയൻ തീർത്ഥാടനമായിട്ട് തന്നെയാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും ഈ ഒരു യാത്ര പോയത് കേട്ടോ. നോക്കിൽ പോകാനും സീറോ മലബാർ സഭയുടെ അയർലൻഡ് എല്ലാ റീജിയനും കൂടി ഒത്തുചേർന്ന് മാതാവിന്റെ മധ്യസ്ഥം യാചിക്കുവാനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും ഒക്കെ ആയിട്ട് ദൈവം നമ്മെ ഇന്ന് അനുഗ്രഹിച്ചതിനോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി പരിശുദ്ധ ദേവമാതാവിന്റെ മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ല ഒരു ദിനം. താങ്ക് യു. നല്ല കട്ടൻ കാപ്പിയോടുകൂടി പ്രഭാതയാത്ര തുടർന്നപ്പോൾ ഭയങ്കര ഉഷാറായിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇത്രയും പേർക്ക് നമ്മുടെ ബെൽഫാസ്റ്റ് ചർച്ചിൽ നിന്ന് വന്ന എല്ലാവർക്കും നല്ല ഭക്ഷണം അറേഞ്ച് ചെയ്യാനും അത് നല്ലൊരു സ്ഥലത്ത് നിർത്തി തന്ന് എല്ലാവിധ സൗകര്യങ്ങളും, ഭക്ഷണമായാലും ടോയ്ലറ്റ് സൗകര്യങ്ങളായാലും എല്ലാം നല്ല രീതിയിൽ അതിൻ്റെ ടീം അംഗങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പറയാതിരിക്കാൻ വയ്യ. ഭക്ഷണം നല്ല ടേസ്റ്റ് ആയിരുന്നത് മാത്രമല്ല എല്ലാവർക്കും വയറ് നിറച്ച് കഴിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു 32 പൗണ്ടിന് ഇത്രയും യാത്രയുടെ ചിലവും നല്ല ഭക്ഷണവും. ഉച്ചയ്ക്കാണെങ്കിൽ ബിരിയാണി ആയിരുന്നു, രാവിലെ അപ്പവും മുട്ടക്കറി. ഇപ്പം ഈ ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നത് മാത്രമല്ല ഒരു സ്നേഹത്തിൻ്റെ പങ്കുവെക്കലും പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ളവരെ പരിചയപ്പെടാനും ഒക്കെയുള്ള നല്ലൊരു അവസരം കൂടിയാണ് കേട്ടോ ഇത്തരം തീർത്ഥാടനങ്ങളെന്ന് പറയണത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ടീമിൻ്റെ കൂടെ നല്ല ജോളിയായിട്ട് പ്രാർത്ഥനയും ഭക്തിയും സ്നേഹവും എല്ലാം പങ്കുവെക്കുന്ന നല്ലൊരു യാത്രയായിരുന്നു. ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങളായിരുന്നു ഓരോന്നും. അയർലൻഡിലെ യാത്രയിലെ കൗതുകമുള്ള കാഴ്ചകളും സൗന്ദര്യമേറിയതായിരുന്നു. സീറോ മലബാർ സഭയുടെ 37 പള്ളികളിൽ നിന്ന് അയർലൻഡിലുള്ള 37 പള്ളികളിൽ നിന്നാണ് ഇന്ന് മരിയൻ തീർത്ഥാടനത്തിന് നമ്മുടെ മലയാളികൾ എത്തിച്ചേരുന്നത് കേട്ടോ. ശരിക്കും നമ്മുടെ നാട്ടിലെ നമ്മൾ വേളാങ്കണ്ണിയിൽ യാത്ര പോകുന്നത് പോലെ ഇവിടെ അയർലൻഡിലെ വേളാങ്കണ്ണി തന്നെയാണ് ഈ നോർക്ക് ചർച്ച് എന്ന് പറയുന്നത്. ആദ്യമായിട്ടാണ് ഈ യാത്രയുടെ ഭാഗമാകാൻ കഴിയുന്നത്. ഇത്തരം ഒരുപാട് യാത്രക്കാർ ഇന്നവിടെ വന്നു ചേരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ മരിയൻ ഭക്തി പ്രഘോഷിക്കുന്നു, അല്ലെങ്കിൽ മാതാവിനോടുള്ള സ്നേഹവും ബഹുമാനവും ഭക്തിയും ഒക്കെ ആഘോഷിക്കുന്ന ഈ ഒരു നല്ല സുദിനം നമുക്കെല്ലാവർക്കും കാണാം. അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അവിടെ എത്തിച്ചേർന്നപ്പോഴുണ്ടല്ലോ ഒരു ജനസാഗരം തന്നെയാണ് ഞാൻ കണ്ടത്. ഒരുപാട് ബസ്സുകളിലും വണ്ടികളിലും ഒക്കെ ആയിട്ട് എന്തോരം പേരാണ് അവിടെ വന്നിരിക്കുന്നത്. ഇത്രയധികം മലയാളികൾ നമ്മുടെ അയർലൻഡിലുണ്ടെന്നും അവരെല്ലാം മാതാവിനെ ഇത്രയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്ത് അതിൻ്റെ പ്രഘോഷണം നടത്താനായിട്ട് ഒത്തുചേർന്ന് ഒരു വിശുദ്ധ കുർബാനയിൽ ഒരുപാട് വൈദികരുടെ ഒപ്പം ചേർന്ന് നിന്ന് ഒരു വിശുദ്ധ ബലി അർപ്പിക്കാനൊക്കെ പറ്റിയത് ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നി. നല്ലൊരു ഗായക സംഘം, പിന്നെ നല്ലൊരു പാട്ട് കുർബാന, പിന്നെ ആ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള പ്രാർത്ഥനകൾ, മാതാവിൻ്റെ മരിയൻ ഭക്തി പ്രഘോഷിക്കുന്ന ആ ഒരു നല്ല നിമിഷത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നിയ ഒരു ദിവസമായിരുന്നു കേട്ടോ. നമ്മുടെ സീറോ മലബാർ സഭയുടെ അധികാരികളെ, അതിനുവേണ്ടി ചുക്കാൻ പിടിക്കുന്ന എല്ലാവരെയും ഈ സമയത്ത് നമ്മൾ നന്ദിയോടെ ഓർക്കണം. കാരണം നമ്മൾ ഈ വിദേശത്ത് വന്നിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ മരിയൻ ഭക്തി പ്രഘോഷിക്കാൻ കഴിയുക, നമ്മുടെ പ്രാർത്ഥനയും വിശ്വാസമൊക്കെ ഊട്ടിയുറപ്പിക്കാനും ഇങ്ങനെ വളർത്താനും ഒക്കെ കഴിയുന്ന ഇത്തരം
കാര്യങ്ങളൊക്കെ ശരിക്കും നമുക്കൊരു അഭിമാനമാണ്. അതിനുശേഷം ഒരു മരിയൻ റാലി ഉണ്ടായിരുന്നു. നമ്മൾ പ്രദക്ഷിണമായിട്ട് മാതാവിൻ്റെ മാത്രമല്ല എല്ലാ വിശുദ്ധരുടെയും രൂപങ്ങളേന്തി നല്ലൊരു പ്രദക്ഷിണം ഉണ്ടായിരുന്നു. കൊച്ചുകുട്ടികൾ മുന്നിൽ വിവിധ വിശുദ്ധന്മാരുടെ വേഷവിധാനങ്ങളൊക്കെ അണിഞ്ഞ് എല്ലാവരും നാട്ടിലെ പോലെ തന്നെ കൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ച് മുത്തുക്കുടിയൊക്കെ പിടിച്ച് ആ ഒരു റാലി എന്ന് പറയുന്നത് ശരിക്കും ഉണ്ടല്ലോ നമ്മൾ നാട്ടിൽ ഒരു പ്രദക്ഷിണം കൂടുന്ന ഫീലായിരുന്നു. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ പ്രദക്ഷിണം നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് അതിൻ്റേതായ രീതിയിലൊക്കെ ആയിരുന്നു ക്രിയേറ്റ് ചെയ്തിരുന്നത്. എല്ലാവരും നല്ല അടുക്കും ചിട്ടയൊക്കെ ആയിട്ട് രൂപങ്ങളൊക്കെ ഏന്തി മുത്തുക്കുടകളൊക്കെ ചൂടി ആണ് ചെയ്തത്. അതിൻ്റെ ഒപ്പം നല്ല ഒന്നാന്തരം ചെണ്ടമേളം. കൃപാസനമാതേ മറിയാംബികേ വരദാനവാരിധി ജപമാലറാണി ആവേ 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 മരിയാ. അലിവാർന്ന കൃപയുടെ ഉടമ്പടിയേകി തിരുമുൻപിൽ വിറയാർന്ന ഹൃദയം നുറുങ്ങി. അലിവാർന്ന കൃപയുടെ ഉടമ്പടിയേകി തിരുമുൻപിൽ വിറയാർന്ന ഹൃദയം നുറുങ്ങി. കരളലിഞ്ഞു കനിവിയന്നു മിഴി തുറക്കുന്നാദേ ആവേ 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 മരിയാ ആവേ 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 മരിയാ. കനിവിൻ്റെ അമ്മേ കാരുണ്യനാഥേ കൃപാസനമാതേ മറിയാംബികേ. മിഴിനീരൽ തളരാത്ത വിശ്വാസമേകി ജപമാല കുരിശിൻ്റെ വഴി നടത്തി. മിഴിനീരൽ തളരാത്ത വിശ്വാസമേകി ജപമാല കുരിശിൻ്റെ വഴി നടത്തി. മനമലിഞ്ഞു തനു തളർന്നു സ്വയമലിഞ്ഞു നാദേ ആവേ 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 മരിയാ ആവേ 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 മരിയാ. കനിവിൻ്റെ അമ്മേ കാരുണ്യനാഥേ കൃപാസനമാതേ മറിയാംബികേ വരദാനവാരിധി ജപമാലറാണി വരദാനവാരിധി ജപമാലറാണി ആവേ 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 മരിയാ ആവേ. അപ്പോൾ കാഴ്ചകളെല്ലാം കണ്ട് ആ ഒരു അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളിലൂടെ നിങ്ങൾ പോയല്ലോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇത്തരം വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. മാതാവിൻ്റെ അനുഗ്രഹവും ബ്ലെസ്സിങ്ങും ഒക്കെ കിട്ടിയ നല്ലൊരു വെതറൊക്കെയുള്ള ഇന്നത്തെ ഒരു ദിവസത്തെ ഓർത്ത ദൈവത്തിന് നന്ദി പറയുന്നു. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി. താങ്ക് യു.